ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്താ പാട്? എല്ലാവർക്കും സുഖമില്ലേ? അപ്പം ഇന്ന് ഡേ 2 ആയിരിക്കുന്നത്. അപ്പോൾ മോർണിംഗിൽ തന്നെ രാവിലെ നീക്കാൻ ആരംഭിക്കും. കാരണം എന്താ വെച്ചാൽ ഉറങ്ങുന്നത് തന്നെ 9 മണി. യാത്രയുടെ ക്ഷീണം കൊണ്ട് നീക്കാൻ നല്ലോണം നേരം വൈകിക്കുന്നത്. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? കാണുന്നുണ്ടോ? 7:10. 7:10. അപ്പം ഇനി അടുത്ത പരിപാടി, ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഊട്ടി കവർ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. ഊട്ടി എല്ലാം കവർ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഏകദേശം ഊട്ടിയിൽ 2-3 ടൂറിസ്റ്റ് സ്പോട്ടായ എന്തോ പയ്യങ്കര വാട്ടർഫാൾസ്, പിന്നെ ടീ ഫാക്ടറി, അതേപോലെ ഒരു ചെറിയ പൈൻ ഫോറസ്റ്റും, എന്താ ഈ 3 ഏരിയ കവർ ചെയ്തിട്ട് നമ്മൾ ഇന്നലെ വന്ന വഴി നമ്മൾ പറഞ്ഞില്ലേ, എന്താ പറയുക, നാട്ടിൽ നിന്ന് നേരെ വയനാട് സുൽത്താൻ ബത്തേരി വന്നു. അവിടുന്ന് നേരെ വന്ദിപ്പൂർ റോട്ട് കൂടെ പോന്നു. പിന്നെ കുണ്ടൽപേട്ട വന്ദിപ്പൂർ വഴി അങ്ങനെ പോന്നിട്ട് നേരെ മസനഗുഡിക്ക് ചാടി ആ റൂട്ടാണ്. ഇപ്പോൾ മുന്നേ ട്രെൻഡിങ് ആയ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ആ ഒരു റൂട്ട് കൂടെ ഫുൾ ഫോറസ്റ്റ് റൂട്ട് കൂടി കറങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. മലപ്പുറത്ത് നിന്ന് വന്ന് ഞങ്ങൾക്ക് ഏറ്റവും സുഖമുള്ള റൂട്ട് നിലമ്പൂർ കൂടല്ലൂർ കൂടി വരുന്നതാണ് ഏറ്റവും സുഖമുള്ള റൂട്ട്. അതാണ്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഫോറസ്റ്റ് വഴി ആനിമൽസിനെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഫോറസ്റ്റ് വഴിയാണ് ഞങ്ങൾ വന്നത്. ഇന്ന് പോകുന്നത് തിരിച്ച് ആ റൂട്ടിലാണ്, നിലമ്പൂർ കൂടല്ലൂർ വഴി. അതാകുമ്പോൾ ഞങ്ങൾക്ക് വരുന്നത് ഏകദേശം 180 കിലോമീറ്ററോളമുള്ള യാത്ര. നാട്ടിലേക്ക് 5 മണിക്കൂറിൻ്റെ അടുത്താണ് യാത്ര സമയം ഗൂഗിളിൽ കാണിക്കുന്നത്. അല്ലും നീച്ചിട്ടില്ല, അല്ലും നീക്കാൻ സമയമാവുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഞാൻ തന്നെ പറയുന്നത്. സോ രാവിലത്തെ മോർണിംഗിലെ വ്യൂ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണിച്ചാൽ, ഇന്നലെ ഈവനിങ്ങിലൊരു വ്യൂ കാണിച്ചു തന്നില്ലേ, അതേപോലെ ഈ നമ്മളെടുത്ത ലോഡ്ജിൻ്റെ ബാക്ക് സൈഡത്തെ വ്യൂ ആണിത് കാണുന്നുണ്ടോ? അതിഭംഗിയായിട്ട് ഭയങ്കര രസമല്ലേ? നല്ല കോടമഞ്ഞ് മല മൂടിയിട്ട് അങ്ങോട്ടൊക്കെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, അങ്ങോട്ടൊക്കെ എന്തുണ്ട്, മലയുണ്ട്, ഒന്നാകെ കോടമഞ്ഞ് മൂടിയിരിക്കുന്നത്. കുറച്ചുകൂടെ നേരത്തെ നീക്കുകയായിരുന്നെങ്കിൽ നമുക്കെല്ലാം ഇവിടെ കാണുമായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ വണ്ടി നിൽക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ, ഒരു പഴയ ജീപ്പ് കാണുന്നുണ്ടോ? എന്തോ ഡ്രൈവിങ്ങിനെന്തോ പഠിക്കുകയെന്നാണ് തോന്നുന്നു. കണ്ടോ? ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു ഏരിയ. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാഴ്ച മാത്രമേ. പിന്നെ ഈ ഏരിയയിൽ കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഡോഗിനെ കാണുന്നുണ്ടോ? തലക്ക് വൈറ്റ് ഡോഗിനെ കാണുന്നുണ്ടോ? നമ്മൾ ഈ ഏരിയയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ആംബിയൻസ് മാത്രം. ഇവിടുന്ന് പുറത്തിറങ്ങി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഭയങ്കര സ്മെല്ലാണ്. ആനിമൽസിനായാലും ഈ പശു, കന്നുകാലി, ആട്, ഇറ്റുങ്ങളൊക്കെ പുറത്തൊക്കെ കയറുമ്പോൾ ഇട്ടുകൊണ്ട് ഈ ഒറ്റകളൊക്കെ റൂട്ടിലാകെ ഇരപ്പാക്കി നടക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാവുക. ഇത് ലോക്കൽ ഏരിയയാണ്. ഈ ഏരിയ ടൗൺ ഏരിയ ആണേലും എന്നാലും ലോക്കൽ ഏരിയയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇന്നലെ ഞങ്ങൾ നടന്നാണ് പോയത്. ഏകദേശം ഒരു 200-300 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ നല്ലോണം കടകളുണ്ട്. പക്ഷെ നല്ല എക്സ്പെൻസാണ്. നമ്മളൊക്കെ ഈ മസനഗുഡി വരികയാണെങ്കിൽ ഊട്ടിലാണെങ്കിൽ ഇതിലേറെ പൈസ ആവുമെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഊട്ടിലെ ഭക്ഷണത്തിന് നമുക്ക് പോകുമ്പോൾ അറിയാം. ഏകദേശം ഇന്നലെ നൈറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചത് മാത്രം ഒന്നും കഴിച്ചില്ല. ഒരു സെറ്റ് പൊറോട്ട, നമ്മുടെ നാട്ടിലെ 2 പൊറോട്ടയ്ക്ക് ഇവിടെ 50 രൂപ. നമ്മുടെ നാട്ടിലൊരു പൊറോട്ടയ്ക്ക് 12 റുപ്യ ഉള്ളിടത്ത് ഇവിടെ 50 രൂപയാണ് വരുന്നത് 2 പൊറോട്ടയ്ക്ക് മാത്രം. അതിന് കോംപ്രമൈസും ഇല്ല. കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കറി തരാനും മടിക്കുന്നവരാണ് ഈ ഉള്ള ടീമൊക്കെ. പിന്നെ കുറേ മലയാളീസിൻ്റെ കട എന്ന് പറഞ്ഞാൽ മലയാളം ബോർഡ് കാണുന്നുണ്ട്. അതിലൊന്ന് പോയി കയറി എന്താ പറയുക, ചെല്ലാതിരിക്കുന്ന ഏറ്റവും നല്ലത്. നമ്മൾ കഴിയുന്നത് എവിടെ പോകണമെങ്കിലും ഒരു തല മുതൽ തല വരെ ഒന്ന് നടക്കുക. അതാകുമ്പോൾ നമുക്ക് സ്ഥലം കാണാനും പറ്റും. മാത്രമല്ല അവിടുത്തെ ഏറ്റവും ലോ പ്രൈസിലുള്ള ഭക്ഷണം കഴിക്കാനും പറ്റും. നല്ല ഫുഡും കിട്ടും ചെയ്യും. റിവ്യൂ നോക്കുക. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ തെറ്റതാണ്, ഞങ്ങൾ എല്ലായിടത്തും ഒന്നും അന്വേഷിച്ചില്ല. കാരണം നമ്മൾ ഫാമിലിനായിട്ട് പോകുമ്പോൾ നമുക്കത് നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരു സേഫായ സോൺ കാണുമ്പോൾ അവിടെ കയറും അല്ലേ. നമ്മൾ ഫ്രണ്ട്സായിട്ട് നമ്മളെല്ലാവരും കൂടി പോകുമ്പോൾ എന്ത് ചെയ്യും, എല്ലാ കടകളും കയറി ഇറങ്ങി ചെയ്യുകയൊക്കെ ചെയ്യും. ഏതായാലും ഇപ്പോൾ ചായ കുടിക്കാൻ ബിസ്ക്കറ്റ് കഴിക്കാൻ ഇന്നലെ വാങ്ങിച്ച ബിസ്ക്കറ്റാണ്. ഇന്നലെ പട്ടിക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചില്ലായിരുന്നു. ഞങ്ങളത് ഫുള്ള് അവരുടെ കൊടുത്ത് നൈറ്റ് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ബിസ്ക്കറ്റ് കൊടുന്നതാ. ഉണ്ടോ ഈ ഒരു വ്യൂവും ബിസ്ക്കറ്റും ചായയും കുടിക്കാൻ ഭയങ്കര വൈബാണ്. ഉണ്ടോ? ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സംവിധാനം ഉണ്ടായതുകൊണ്ട് പ്രശ്നമല്ല. അങ്ങനെ ഇതിൻ്റെ വാർപ്പിൻ്റെ മേലെ
രാജനെ കളിക്കല്ലേ? 8:30 മണിയായപ്പോൾ തന്നെ എല്ലാവരും കുളിച്ച് മാറ്റിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങുകയാണ്. റിസോർട്ടിൻ്റെ ഈ താഴെ കാണിച്ച ഈ റോഡില്ലേ, ഈ റോഡ് നേരെ ഊട്ടിയിലേക്കാണ്. ഏകദേശം 28 കിലോമീറ്റർ യാത്ര വരുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഡ്രൈവ് ചെയ്യാൻ പേടിച്ചത് ഈ ഒരു റോഡായിരുന്നു. കാരണം ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി വന്നു, മുത്തങ്ങ ഫോറസ്റ്റ് വഴി ഞാൻ വന്നു. അതൊക്കെ ആ റൂട്ടിലൂടെ ആയിരുന്നു ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. പക്ഷേ ഈ റൂട്ട് ഒരു ഭയങ്കര രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര സൈലൻറ്റുമാണ്. മാത്രമല്ല ഈ റൂട്ടിലൂടെ ഞങ്ങളല്ലാതെ വേറൊരു വണ്ടി പോകുന്നു. മാത്രമല്ല ഈ റൂട്ടിലൊക്കെ എന്ന് വെച്ചാൽ ആനപ്പിണ്ട റോഡ് സൈഡിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഭയങ്കര പേടി വന്നു മനസ്സിൽ. കാരണം ഈ റോഡ് നല്ല വളവ് തിരിവുള്ള റോഡാണ്, സെഡ് പോലെയുള്ള റോഡാണ് വരുന്നത്. കാരണം തിരിഞ്ഞ പാടെങ്ങാനും ആന ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട് മനസ്സിൽ. ഉണ്ടെങ്കിൽ തിരിയാൻ കൂടി കയ്യിലേ. അങ്ങനെ ഫൈനലി നമ്മൾ ഊട്ടിയുടെ തായ്വാരത്തെത്തിയാണ്. അവിടുത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഊട്ടി പട്ടണത്തിലെത്തിയില്ല, ഈ പോകുന്ന റൂട്ടാണ് ഊട്ടീൻ്റെ തായ്വാരം. ഈ ഊട്ടിയിൽ തായ്വാരത്തൊക്കെ ഒരുപാട് ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിലവിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടി പട്ടണത്തിലേക്കാണ്. കാണുന്ന 2 സൈഡിലും കാണുന്ന മരങ്ങൾ എന്ത് തരം മരങ്ങളാണെന്ന് അറിയില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ ഊട്ടിയിലേക്ക് മസനഗുഡി വഴി വരുന്ന റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ്. നമ്മളങ്ങനെ ഊട്ടി എത്തിയില്ല. ഊട്ടി എത്തുന്നതിന് മുന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. ഏകദേശം ഇവിടുന്ന് ഇനി 5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഊട്ടിയിൽ പോകുന്ന വഴിക്ക് നിങ്ങളൊക്കെ കണ്ടുകളെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഒരുപാട് കോട്ടേഴ്സുകളും വില്ലകളുമായിട്ടുള്ള ഒരുപാട് ഏരിയ. അതിൻ്റെ ബാക്കിലെ വ്യൂ ആണിത്. ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണാം. ഒരു ചെറിയ സെറ്റപ്പ് ഹോട്ടൽ, ഒരു ഗ്രാമീണ ആൾക്കാരുടെ ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. ഇതാണ് അവിടുത്തെ വ്യൂ. ഇവിടുത്തെ സ്പെഷ്യൽ എന്തോ ഒരു ബിരിയാണി അവർ പറഞ്ഞു, എന്തോ ഒരു ബിരിയാണി. പക്ഷെ നമുക്ക് ബിരിയാണി രാവിലെ കഴിച്ച ശീലം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും പറഞ്ഞു. ഏകദേശം മസനഗുഡിയിൽ നിന്ന് 28 കിലോമീറ്റർ കാട്ടിലൂടെ ഏറ്റവും നല്ല അഡ്വഞ്ചർ സ്റ്റോറിയുടെ ഏറ്റവും നല്ല അടിപൊളി റോഡ്. ഞങ്ങൾ ഇന്നലെ വന്നതിനേക്കാൾ കൂടുതൽ കൂട്ടിലേക്ക് മസനഗുഡി വഴി വരുന്ന ആ ചുരം റോഡ് ഏകദേശം 36 ചുരങ്ങളുണ്ട്. ആ ചുരം പോയി കറങ്ങിയിട്ടാണ് ഞങ്ങൾ അത്യാവശ്യം ഭയങ്കര വേണ്ട. രാവിലെ മോർണിംഗിൽ വരികയാണെങ്കിൽ അത്യാവശ്യം ആനിമൽസിനെ കാണാം. ആ 36 ചുരം കയറി കഴിഞ്ഞ് വന്നാൽ ഇത് ഊട്ടിയിൽ നിന്നാണ് 36 ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും മുകളിലുള്ള ഞങ്ങൾ 5ാമത്തെ എന്താ പറയുക ചുരത്തുമുള്ള ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്. ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യുന്നു, ഭക്ഷണത്തിനുള്ള ക്യാഷ് വന്ന് എഴുതിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് തന്നെ തട്ടിക്കൂട്ടി ഭക്ഷണം കഴിക്കും. ഇഡ്ഡലി ഉണ്ട്, അല്ലുട്ടി ഇതാ വ്ളോഗർ അല്ലുട്ടി, ഇഡ്ഡലിയും ചമ്മന്തിയും. ഓക്കെ, കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ട് പറയാം. 3 ഇഡ്ഡലി ഉണ്ട്, ഇഡ്ഡലി കുഴപ്പമില്ല, സോഫ്റ്റ് ഉണ്ട്. 3 കറി ഉണ്ട്. ഫസ്റ്റ് ഒരു ഇഡ്ഡലി കുറച്ചായി അടിപൊളിയാണ്. ചമ്മന്തി കുഴപ്പമില്ല, ചമ്മന്തി കുഴപ്പമില്ല, സാമ്പാറും കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? നീ എന്താ കഴിക്കുന്നത്? ഇഡ്ഡലിയാ? അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചായയും കുടിച്ച് ഊട്ടിക്ക് ടീ ഫാക്ടറിക്ക് പോകണ വയ്ക്കാണ് ക്യാരറ്റ് വെക്കുന്ന കണ്ട് സൈഡിൽ. അങ്ങനെ ഒരു ക്യാരറ്റ് വാങ്ങിച്ച് 50 രൂപ ഇരുന്ന് ആ ഒരു കെട്ടിന് ഒരു ചാർജ് വാങ്ങി. അങ്ങനെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്ത് നമ്മളെ ഫസ്റ്റിൽ ഊട്ടിയിൽ വന്നത് ടീ ഫാക്ടറിയിലാട്ടാ. കണ്ടാ നമുക്കുള്ള പാസ് വന്നതിന് കൈമപ്പോടെ കിട്ടുന്നുണ്ട്. ഇതാണ് ഊട്ടി ടീ ഫാക്ടറീൻ്റെ മേലെ കൊടുത്തിട്ട് വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്ത്. ഓക്കെ, ഉള്ളിലേക്കുള്ള ഒരു 4 പാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ചുരം. എത്രയും ചുരം കയറിയിട്ട് നമ്മൾ അവിടെ ടൗണ് വഴി നമ്മളങ്ങനെ വന്ന് നേരെ ടീ ഫാക്ടറിയിലേക്ക് വന്നേ. ഇവിടെ ഫേമസ് ഒരു ടീ ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി കാണാൻ പോകുന്നത് കാഴ്ച. ഓക്കെ, ആണ് എന്താ പറയുക ടാഗ്, ഒരു ടാഗ് ഇതാ എന്താണ് എഴുതിയിരിക്കുന്നത്, ആ ബെഞ്ച് മാർക്ക്, ഈ ഒരു ഷോപ്പിൻ്റെ ടാഗാണ്. ഓക്കെ, ഇതും കെട്ടി നമ്മൾ പോവാൻ കേട്ടോ. അവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ട് കണ്ടോ, ബെഞ്ച് മാർക്ക് പറഞ്ഞ അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് ശരിക്കും ടീ ഫാക്ടറി ആയ ടീ ഫാക്ടറി ഓഫ് മ്യൂസിയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വരുന്നത്. പക്ഷെ ഇങ്ങോട്ട് കാർ പാർക്കിംഗ് ഉണ്ട്, വലിയ വെണ്ടക്കാശരത്തിൽ കാർ പാർക്കിംഗ് അവിടെ എഴുതി വെച്ചിട്ട് നമ്മളങ്ങോട്ട് കടത്തി വിട്ടില്ല. ഞങ്ങൾ അവിടുന്ന് കാർട്ട് വന്നപ്പോൾ അവിടുന്ന് ഈ ബെഞ്ച് മാർക്കിൻ്റെ റിസോർട്ടിലെ ആൾക്കാർ
ആ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ആൾക്കാർ ഇങ്ങോട്ടാണ് അങ്ങോട്ട് കാറ് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഒരങ്ങോട്ട് കയറി. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ കയറാതെ ഇങ്ങോട്ട് വന്നു. കാരണം അവിടെ വണ്ടിയിട്ട് അവിടെയും കയറാം, ഇത് കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. ഇതാണ് എല്ലാവരും പറയുന്ന മ്യൂസിയം. ഇവിടെ വന്നിട്ടൊന്ന് കണ്ടിട്ട് പോകാൻ കരുതി. ഇതാണ് ടീ ഫാക്ടറിക്ക് പോകുന്ന എൻട്രി. ഇതിൻ്റെ മേലത്തുള്ള കാഴ്ചയാണ് ഊട്ടിപ്പട്ടണം ഫുള്ളായിട്ട് കാണാം അതിൻ്റെ മേലെ നിന്ന്. പിന്നെ ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഒരാൾക്ക് 20 രൂപ ചാർജ് വരുന്നുണ്ട്. അത് കുട്ടികളായാലും വലിയവരായാലും. പിന്നെ ഇവിടെ ക്യാഷ് ആയിട്ട് വന്നാൽ എങ്ങനെയായാലും ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടേക്ക് ഒന്നെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ATM കാർഡ് ത്രൂ എന്ത് ചെയ്യുക, നമുക്ക് പേ ചെയ്തിട്ട് ഉള്ളോട്ട് കയറാം. മൈലാഞ്ചി അരച്ച മണം, തേയിലയുടെ അരപ്പിൻ്റെ മണം കൊണ്ട് മൈലാഞ്ചി അരച്ച മണമാണ്. ഒക്കെ തേയിലത്തിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്, പ്രോസസ്സിങ് നടക്കുകയാണ് ഫുള്ള്. ഇവിടെ പണ്ട് കാലത്തെ ഇതെല്ലാം ഒട്ടുമിക്ക വീടുകളൊന്നും കണ്ടിട്ടുണ്ടാവും എല്ലാം അല്ലേ. ബോസ്റ്റൺ ഓഫ് ടീ ഫാക്ടറി. ടീ ഫാക്ടറി തുടങ്ങിയ വർഷം, ബ്രിട്ടീഷ് കാലത്തുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, മെൻഷൻ ചെയ്ത്. ടീയുടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ടോ? പ്രോസസ്സ് കാണാൻ താഴേക്ക് രണ്ടാമത്തെ മെഷീൻ താഴെയാണ് പ്രോസസ്സിങ് നടക്കുക. അടിപൊളി സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലല്ലേ, അടിപൊളി സ്മെല്ലാണ്. പ്രോസസ്സിങ് നടക്കുന്നു. തരിതരികളായ ചായപ്പൊടികൾ ഒരു ബക്കറ്റിലാക്കിയിട്ട് മേലെന്ന് കൊട്ടിയിട്ട് അത് പാക്കറ്റായിട്ട് നമ്മളിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിൽക്കുന്ന ഭയങ്കര സ്മെല്ലായിരിക്കും, നല്ല പച്ച ചായപ്പൊടി ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ലാണ് ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ. അത് നിങ്ങളിവിടെ വന്നിട്ട് അനുഭവിച്ചറിയണം. ചായ അടിപൊളി ചായ, അടിപൊളി പാലും അല്ലേ, അടിപൊളി പാലുമാണ്. ഓപ്ഷൻ പുറത്താണ്. ചൂടുണ്ടാ? രസമുണ്ടാ? ചായ രസമുണ്ടാ? അടിപൊളിയാ? എന്താ ചായ അറിയോ? ആ പാൽച്ചായ ഇവിടെ ഉണ്ടാക്കുന്ന പൊടിയാണ്. അവിടുന്ന് ചായ തരുന്ന അണ്ണനോട് ചോദിച്ചേക്ക അവിടെ ഒരു ദിവസം എത്ര ചായ പോകും. ഞാൻ ചായയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഉണ്ടാക്കുന്ന ചായപ്പൊടിയും അതേപോലെ ഗ്രീൻ ടീയും അതേപോലെ ഈ തേയിലയിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഓയിലുണ്ട്, ആ ഓയിലെല്ലാം അവിടെ സെയിലാക്കുന്നുണ്ട് അവർ. നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. അവിടെ നിന്ന് ആ ചായയും കുടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെയുള്ള അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോയത്. കയറി ചെന്ന അവിടെ നമുക്ക് ഇങ്ങനെ ഒരു 3 അവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കിട്ടും. ഒന്നിൽ ആൽമണ്ട് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് അവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 100 ഗ്രാമിനെന്തോ 160 രൂപ ആണ് ചാർജ് ഈടാക്കുന്നവർ. നമുക്ക് തന്നെ ഈ ചില്ലിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ കാണാം ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കാര്യങ്ങളെല്ലാം എത്രത്തോളം വൃത്തിയിലും പ്ലാനിങ്ങിലുമാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് ഇതിലൂടെ ഈ ചില്ലിലൂടെ നോക്കിയാൽ കാണാം. പുറം സൈഡിൽ അവിടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് സെയിൽ ചെയ്യാനും വെച്ചിട്ടുണ്ട്. 10 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ ആകെ മുതലാവുന്നത് ഈ 2 കാര്യമാണ്. 10 രൂപേൻ്റെ ചായയും കിട്ടും, മാത്രമല്ല
3 ചോക്ലേറ്റ് അവിടെ ഉണ്ടാക്കുന്ന അടിപൊളി ചോക്ലേറ്റും കിട്ടും. ഇന്ന് താഴേക്ക് ഇറങ്ങിയാൽ ഈ കോട്ടും ബാഗ് ഫാൻസി ഐറ്റംസ് ഉള്ള ഒരു ഏരിയയാണ്. ഞങ്ങൾ കോട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം തണുപ്പല്ല പുറത്ത്, ചെറിയൊരു തണുപ്പുള്ളൂ. അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. നേരെ അവിടെ ഒന്ന് കണ്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. വ്യൂ കണ്ട്, പക്ഷേ മഴ പെയ്ത് കണ്ട. നിങ്ങൾ അറിയുന്നത് കാണുന്നുണ്ടോ അറിയില്ല, ചാറുന്നു, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഉണ്ടോ നമുക്ക് നോക്കിയാൽ അറിയാം. കോടാമഞ്ഞ് വന്ന് കണ്ട് മഴ പെയ്ത്, പക്ഷെ വണ്ടി അവിടെ ഇട്ടുകൊണ്ട് പണി കിട്ടി. ഇനി നടക്കണ്ടേ, ഓടാനും വയ്യ. ഒന്ന് ചെറുതായിട്ട് മഴയുള്ളൂ, നല്ല തണുപ്പും ഉണ്ട്. ഇവിടെ കണ്ടോ ഈ ഒരു ഏരിയ ഫാക്ടറിൻ്റെ മേലെ ഭാഗത്ത് ഫുള്ള് കുന്നാണ്, ലാക്കിൻ്റെ മലയും കുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ വ്യൂ കാണാം. അവരവിടെ നിർത്തിയിട്ട് ഞാനിതാ അങ്ങോട്ട് പോവാം. അവിടെ നമ്മൾ പോയത് നേരെ ബോട്ട് ഹൗസ് എന്ന സ്ഥലത്തേക്കാണ്. അവിടെ ആകുമ്പോൾ അല്ലുട്ടിക്ക് പാർക്കും ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് പോയത്. അവിടെ ഒരാൾക്ക് വരുന്ന ചാർജ് 25 രൂപയാണ് വന്നത്. 5 വയസ്സിന് മേലുള്ളവർക്കൊക്കെ ടിക്കറ്റ് വേണം. അല്ലുട്ടിക്ക് 5 വയസ്സ് അയക്കണേ, അവർ പറഞ്ഞു ആ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇവിടെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വണ്ടിക്ക്, ചെറുവണ്ടിക്ക് 80 രൂപയാണ് വരുന്നത്. വാനിന് ബസ്സിനൊക്കെ 100 രൂപയാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ചാർജ് വന്നത്. അതിനുള്ളിലേക്ക് കയറാൻ എൻട്രൻസ് ആകെ 25 രൂപ ആയിട്ടുള്ളൂ. പക്ഷെ വണ്ടി പാർക്കിങ്ങിന് വരുന്നത് 10 രൂപയും. അത് എത്ര സമയമാണെങ്കിലും നമുക്ക് ചിലവഴിക്കാം. ഉള്ളിൽ പറയുകയാണെങ്കിൽ ഒരു മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട്, അതേപോലെ കുട്ടികൾ കളിക്കാൻ പറ്റിയ പാർക്കുണ്ട്, പിന്നെ ഒരു ചെറിയ കച്ചവടമുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ മാത്രമല്ല മെയിനായിട്ടുള്ള ഇവിടെ ഉള്ളത് ബോട്ടിംഗ് ആണ്. അതിന് ബോട്ടിംഗ് സർവീസും ഉണ്ട്. ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടില്ല, കാരണം ഞങ്ങളിപ്പോൾ അടുത്ത് ബോട്ട് സർവീസിൽ ഞങ്ങൾ പോയതാണ്. അതുകൊണ്ട് അതിന് വല്ല അതിർപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ബോട്ടിൽ കയറിയിട്ടില്ല. എല്ലാം നിന്ന് കണ്ടു എന്നല്ലാതെ. ഫാമിലിക്ക് പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഗാർഡനും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഐ ലവ് യു ഊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഏരിയകളുണ്ട്. ഒരുപാട് ഇതിനുള്ളിൽ 25 രൂപ കൊടുത്താലും നമുക്ക് മുതലാവാൻ മാത്രമുള്ള, കാണാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ട് ഇതിനുള്ളിൽ. നേരെ നമ്മൾ കയറിയത് അല്ലുട്ടിക്ക് എന്തെങ്കിലും ഗെയിംസ് കളിപ്പിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഗെയിം സെൻറ്ററിൽ കയറിയത്. ഇവിടെ സെപ്പറേറ്റ് പ്രൈസാണ്. നമ്മൾ ഈ കാറിൻ്റെത് കളിക്കുകയാണെങ്കിൽ 100 രൂപയും, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗെയിംസ് കളിക്കുകയാണെങ്കിൽ നമ്മളൊരു കാർഡ് എടുക്കണം. കോയിൻ്റെമായിട്ടാണ് എല്ലാ കളികളും വരുന്നത്. ഇതിൽ അല്ലുട്ടി ഈ ബൈക്കിൻ്റെ ഗെയിം മാത്രം കളിച്ചിട്ടുള്ളൂ. പിന്നെ അതും കണ്ട് നേരെ പോയത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ടോയ് ട്രെയിൻ കാണാനായിരുന്നു. ഇതിൽ അല്ലും പെങ്ങളും ആയിരുന്നു കയറിയുന്നത്. രണ്ടാൾക്കും കൂടി ചാർജ് വന്നത് 100 രൂപയാണ്. നേരത്തെ കണ്ട ആ തടാകല്ലേ, ആ തടാകത്തിൻ്റെ സൈഡിലൂടെയാണ് ഈ ട്രെയിന് പോയിട്ട് ഒന്ന് 10 മിനിറ്റ് ചുറ്റിയിട്ട് കറങ്ങി വരുന്നതാണിത്. ഊട്ടിപ്പായം വാങ്ങിച്ചതാണ്. ഊട്ടിയിൽ വന്നിട്ട് ഇത് കണ്ടിരുന്നത് നിങ്ങൾ, ഊട്ടിപ്പായം എന്ന് പറഞ്ഞാൽ തന്നതാ. നമ്മുടെ നാട്ടിൽ അടക്കാൻ്റെ മാതിരി. ഇത് കഴിച്ചിട്ടുള്ള എക്സ്പ്രഷന് നിങ്ങളെ ലൈവായിട്ട് കണ്ടോളി. ഓക്കെ, അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പിടിക്കുന്ന സമയത്ത് അവിടെ തന്നെ ഊട്ടി ടൗണിൽ തന്നെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് ഇവിടുന്നാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത്. നല്ല അടിപൊളി ഹോട്ടലും നല്ല സർവീസും ആയിരുന്നിട്ട് അവരുടെ അടുത്ത്. ഇവിടുന്ന് സാധാ ചോറാണ് അവരോട് പറഞ്ഞത്. നിങ്ങൾ നോക്കി വെച്ചോളൂ ഈ ഹോട്ടലിൻ്റെ പേര്. ഏറ്റവും നല്ല ഫുഡാണ് അവരോട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഉച്ചക്കത്തെ ഊണ്, സാമ്പാറുണ്ട്, ഒരു സംഭവമുണ്ട്, ഉപ്പേരിയുണ്ട്, എല്ലാം കൂടി ഉള്ള കഴിച്ചോളൂ. അടിപൊളി ഡാം. പയ്യങ്കര വാട്ടർഫാൾസിൻ്റെ അടുത്തുള്ള ഒരു ഡാമാണ്. പിന്നെ ഞങ്ങൾ നേരെ കയറിയത് പൈൻ ഫോറസ്റ്റ് പറയും.
അവിടെയും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ പോന്നിട്ടുള്ളൂ. കാരണം അപ്പോഴത്തിന് 3:30 മണി കഴിഞ്ഞിരിക്കണ്. നാട്ടിലേക്ക് 5 മണിക്കൂർ യാത്രയുണ്ട്. അതോടെ ഇവിടെ വെച്ച് വ്ളോഗ് നിർത്തുകയാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ലൈക്ക് ചെയ്യണട്ടാ.